മമ്മൂട്ടി എന്ന മോളിവുഡ് മെഗാസ്റ്റാറിന് ചിലപ്പോൾ 100 കോടി പടം ഇല്ലായിരിക്കാം. പക്ഷേ മമ്മൂട്ടി എന്ന നടന് അഭിനയിക്കാൻ അറിയാത്തതുകൊണ്ടാണോ? നമ്മളുടെ ഈ ഒരു വീഡിയോ 2 സെക്ഷനായിട്ടാണ്. ആദ്യത്തെ സെക്ഷൻ കളങ്കാവൽ, രണ്ടാമത്തെ സെക്ഷൻ മമ്മൂട്ടി എന്ന ആക്ടറിന് അഭിനയം അറിയാത്തത് കൊണ്ടാണോ 100 കോടി കിട്ടാത്തത്. ആദ്യത്തെ കാര്യത്തിലേക്ക് കിടക്കാം. കളംകാവൽ മമ്മൂക്കയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കംബാക്ക്, അല്ലെങ്കിൽ കുറച്ച് നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷം വരുന്ന ഒരു അഡാറ് എക്സ്പെക്ടേഷൻ ഉള്ള ഒരു ഫിലിമാണ് കളംകാവൽ. അതിന്റെ ഡയറക്ടർ ജിതിൻ കെ ജോസ്, കുറിപ്പിന്റെ റൈറ്റർ ആയിരുന്നു. ആ ഒരു ഡയറക്ടറിന്റെ ഒരു സിനിമയാണ് ഇത്. ഈ ഒരു ഫിലിമിന്റെ അപ്ഡേറ്റ്സുകൾ വരുന്ന സമയത്ത് അതിന്റെ പോസ്റ്റേഴ്സ് ആയാലും അതിന്റെ മേക്കിംഗ് സ്റ്റൈൽ ആയാലും അതിൽ യൂസ് ചെയ്യുന്ന സോങ്സ് ആയാലും എല്ലാം ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റൈലിൽ നിന്ന് മാറ്റിപ്പിടിച്ചൊരു പുതിയൊരു യുണീക്ക് ഐറ്റം ആണെന്നുള്ളത് എന്തായാലും മനസ്സിലായി. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് മമ്മൂക്ക ഈ ഒരു ക്യാരക്ടറിനെ ചൂസ് ചെയ്തതെന്നും ഇവരിതിനെ പ്രൊഡക്ഷനായിട്ട് മമ്മൂട്ടി കമ്പനിയെ എടുത്തതെന്നും. നമുക്ക് വളരെ പുതുമയല്ലാത്തതും പക്ഷേ മറ്റ് ഇൻഡസ്ട്രിക്കാർ നോക്കുന്ന സമയത്ത് അതൊരു പുതുമയായിട്ട് ഫീൽ ചെയ്യുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളുടെ ഏറ്റവും മെയിൻ ലീഡായിട്ടുള്ള ഹീറോ എന്ന് നമ്മൾ പറയുന്ന ആക്ടേഴ്സ്, അതിപ്പോൾ ലാലേട്ടൻ, മമ്മൂക്ക അങ്ങനെ തുടങ്ങിയുള്ള മെയിൻ ലീഡ് ആക്ടേഴ്സ്, അത് മറ്റ് ഇൻഡസ്ട്രിയിൽ ഇത്തരത്തിലൊരു പരിപാടി ചെയ്യുന്നത് ലിമിറ്റഡ് ആണെന്ന് പറയാം. അതല്ല അങ്ങനെ ഇല്ല എന്ന് വേണമെങ്കിലും പറയാം. ഒരു മെയിൻ ലീഡ് നിൽക്കുന്ന, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആക്ടർ എപ്പോഴും ഒരു ഹീറോ ആയിട്ട് നിൽക്കാനേ ശ്രമിക്കുകയുള്ളൂ. അവർ വില്ലൻ ഷെയ്ഡുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സ് ഒന്നും ചൂസ് ചെയ്യില്ല. അത് അവരുടെ ആ ഒരു പ്രിവിലേജിനെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തില്ല എന്നുള്ളൊരു ഇതുണ്ട്. അത് അവരുടെ ഓഡിയൻസ് കൂടെ ഡിപ്പെൻഡഡ് ആണ്. പക്ഷേ മോളിവുഡ് ഇൻഡസ്ട്രിയിലകത്ത് വില്ലൻ റോളുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ലാലേട്ടൻ, മമ്മൂക്കയാണെങ്കിൽ അതിൽ മമ്മൂട്ടി എന്ന ഈ ഒരു ആക്ടർ ചൂസ് ചെയ്യുന്ന, ഇപ്പോൾ ഈ റീസെൻ്റ്ലി വന്നിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ഫിലിംസുകളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഒരു വില്ലൻ ഷെയ്ഡ്, ആ ഒരു ഹീറോ എന്ന് പറയുന്ന ആ ഒരു ടീം എടുക്കാത്ത ടൈപ്പ് ഒരു ക്യാരക്ടേഴ്സ് മാത്രമാണ് ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ക്ലീഷേനെ ബ്രേക്ക് ചെയ്യുന്നത്, ഹീറോ എന്ന് പറഞ്ഞാൽ ഹീറോ മാത്രമേ ചെയ്യാവൂ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിനെ ബ്രേക്ക് ചെയ്യുന്ന ടൈപ്പ് ക്യാരക്ടേഴ്സാണ് മമ്മൂട്ടി എന്ന ആക്ടർ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആളൊരു വില്ലൻ ആണെന്നും അത് ലൈവായിട്ട് തന്നെ സിനിമ ഇറങ്ങുന്ന മുമ്പ് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. മമ്മൂക്ക തന്നെ അത് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വന്ന ആ ഒരു ഇവൻറ്റിൽ. ഈ ഒരു സിനിമയുടെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ഒന്ന് മമ്മൂട്ടി കമ്പനിയാണ്. നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ സെക്ഷനിൽ മമ്മൂട്ടി കമ്പനിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. മമ്മൂട്ടി കമ്പനിയുടെ 8ാമത്തെ ഫിലിമാണ് ഈ ഒരു കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ. ഈ ബാക്കിയുള്ള 7 സിനിമയിൽ ഒരു 3 സിനിമയാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തതുള്ളത്. അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ എന്തായാലും അടുത്ത സെക്ഷനിൽ പറയാം. 100 കോടി വെച്ചാണ് നമ്മളൊരു സിനിമയെ വിലയിരുത്തുന്നതെന്നുണ്ടെങ്കിൽ ആ സിനിമകളൊന്നും നല്ല സിനിമയാണെന്ന് എനിക്കും തോന്നുന്നില്ല. പക്ഷേ നിങ്ങൾ ഒരു നടനെന്ന നിലയ്ക്കും ആ സിനിമയുടെ മേക്കിങ്ങും അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ റൈറ്റിങ്ങും കണ്ടന്റും വെച്ചാണ് നിങ്ങളൊരു സിനിമയെ വിലയിരുത്തുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ 100 കോടി എന്ന് പറയുന്ന പല സിനിമകളെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിനെ മാറ്റി നിർത്താമെന്നുള്ളതേ ഉള്ളൂ. ഈ ഒരു കളങ്കാവൽ എന്ന ഫിലിമിനകത്ത് അതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് തന്നെ സൈനൈഡ് മോഹൻ എന്ന് പറയുന്ന ഒരു റിയൽ ലൈഫ് ക്യാരക്ടറിൻ്റെ ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണ് എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു തുടക്ക സമയത്തെ വന്നിട്ടുള്ളത്. ഒരു ഫിലിം മേക്കറുടെ ആസ്പെക്റ്റിൽ ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സൈനൈഡ് മോഹൻ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ, റിയൽ ലൈഫ് ക്യാരക്ടറിൻ്റെ ചില വശങ്ങൾ മാത്രം എടുത്തിട്ട് പുതിയൊരു ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്തു. ആ ഒരു ക്യാരക്ടറാണ് കളങ്കാവലിനകത്തെ മമ്മൂക്കയുടെ ആ ഒരു ക്യാരക്ടർ. സൈനൈഡ് മോഹൻ എന്ന് പറയുന്ന നമുക്കറിയാവുന്നുള്ള ആ ഒരു കാര്യത്തിന്റെ പല എലമെന്റ്സും ഇതിനകത്തുണ്ടാവും. മെയിനായിട്ടും സൈനൈഡ് എന്ന് പറയുന്ന സാധനം മമ്മൂട്ടി കമ്പനിയുടെ തന്നെ ആ ഒരു ചാനൽ വന്ന് ഇന്റർവ്യൂവിനകത്ത് അത് പറയുന്നുണ്ട്. ചിലപ്പം സൈനൈഡ് പോലത്തെ ഇത് യൂസ് ചെയ്യുന്നുണ്ടാവാം എന്നൊക്കെ ഒരു ഊഹം പറയുന്നുണ്ട്. അതിനകത്തൊന്നും കൺഫേം ആയിട്ട് പറയുന്നില്ല. മമ്മൂട്ടി എന്ന ഒരു ആക്ടർ അപ്പിയറൻസിൽ കുറച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ റൈറ്ററും ഇതിൻ്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഇത് 2 റൈറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. ജിതിൻ കെ ജോസും ഒപ്പം വേറൊരാളും കൂടി കണ്ടാണ് ഇത് റൈറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമ എന്താണെന്നുള്ളത് ഇതിൻ്റെ മറ്റ് പോസ്റ്റേഴ്സും ഇതിൻ്റെ ടീസേഴ്സും കാര്യങ്ങളും വരുന്ന സമയത്ത് തന്നെ നമുക്കറിയാം ഇതിനകത്ത് കുറേ ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനകത്തുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവാത്ത രീതിയിൽ അവർ ഇതിനെ വേറൊരു രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോഴും ആ സിനിമ എന്താണെന്നുള്ളതിൻ്റെ ഒരു ഇത് കിട്ടിയിട്ടില്ല. ഓൺലി ഈ പറയുന്ന സൈനൈഡ് മോഹൻ എന്ന ക്യാരക്ടറിൻ്റെ ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു സിനിമയാണ് എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോഴും ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ രീതിയിൽ ഇങ്ങനെ പോകുകയാണ്. വിനായകനിലൂടെ ആയിരിക്കാം ഈ ഒരു ക്യാരക്ടറിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വിനായകൻ എന്ന ക്യാരക്ടറും മമ്മൂക്കയുടെ ഈ ഒരു ക്യാരക്ടർ തമ്മിൽ എന്തെങ്കിലും തരത്തിൽ ഒരു റിലേഷൻ പാസ്റ്റിലുണ്ടോ എന്നുള്ളതിൽ എനിക്ക് ഡൗട്ടുണ്ട്. ചില കാര്യങ്ങൾ എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്തു. പക്ഷേ അത് ഉണ്ടാവില്ല എന്നുള്ളതൊന്നും അറിയില്ല. 22ഓളം ഫീമെയിൽ ക്യാരക്ടേഴ്സ്, അതായത് മെയിൻ ലീഡിൽ വരുന്ന ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈ 22 പേരിൽ ഒരു 3 ക്യാരക്ടേഴ്സ് ആയിരിക്കും ഈ സിനിമയ്ക്കകത്ത് ഇപ്പം കറൻ്റ്ലി ആ ഒരു കഥ പറയുന്ന സമയത്ത് അവർ വിസിബിളി കാണിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് കൂടുതൽ ക്യാരക്ടേഴ്സിൻ്റെ ഉള്ളിലേക്ക്, ഇന്നർ ഇമോഷനിലേക്ക് പോകുന്നത് ഈ 3 അല്ലെങ്കിൽ 2 ക്യാരക്ടേഴ്സിലേക്കായിരിക്കാം. ആ ക്യാരക്ടേഴ്സ് ആയിരിക്കും മറ്റേ ശ്രുതി രാമചന്ദ്രൻ, അതുപോലെ തന്നെ രജിഷ വിജയൻ, പിന്നെ മറ്റുള്ള സീരിയലിലെ ഒരു ആക്ട്രസ് ഉണ്ടല്ലോ. ആ 3 ക്യാരക്ടേഴ്സാണ് നമുക്ക് കൂടുതൽ ഫെമിലിയർ ഫേസുകൾ. ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സും
ഒരു പക്ഷേ പാസ്റ്റിൽ കഥ പറയുന്ന സമയത്ത് കുറച്ച് തമിഴ് ടൈപ്പ് കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, മലയാളത്തിലുണ്ട്, ഏജ് ഡിഫറൻസ് ഉള്ളതുണ്ട്. അതെല്ലാം ഈ സൈനൈഡ് മോഹൻ എന്ന് പറയുന്ന റിയൽ ലൈഫ് ക്യാരക്ടറിൻ്റെ ഇതിൽ വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത്തരത്തിൽ ഒരു ഇത് ഇൻസ്പിറേഷൻ എടുത്തിട്ടുള്ള ടൈപ്പ് ഇതാവാം. ബാക്ക്ഗ്രൗണ്ട് പാസ്റ്റ് പറയുന്ന അല്ലെങ്കിൽ ഫ്ലാഷ് ബാക്ക് പോകുന്ന സമയത്ത് വരുന്ന കാര്യങ്ങളായിരിക്കും മറ്റ് ആക്ടേഴ്സ് ചെയ്തിരിക്കുന്ന റോളുകളെല്ലാം. ഈ ഒരു മമ്മൂക്കയുടെ ഒപ്പം ആ ഒരു കഥ പറഞ്ഞു പോകാനോ അതല്ലെങ്കിൽ അതിൽ നടക്കുന്ന ഇൻസിഡൻറ്റും ആ ഒരു കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവരെയായിരിക്കും യൂസ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു ക്യാരക്ടേഴ്സിൻ്റെ ഫെമിലിയർ ഫേസ് വെച്ചിട്ടാണ് ഞാൻ ആ ഒരു രീതിയിൽ പറഞ്ഞത്. ഇതിങ്ങനെ തന്നെ ആവണമെന്നൊന്നുമില്ല. മമ്മൂട്ടി കമ്പനിയുടെ ഫിലിംസിൽ ഏകദേശം എനിക്ക് തോന്നുന്നു എല്ലാ സിനിമയിലും ഒരു നായകനോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു ടൈപ്പ് റോൾ എന്തായാലും ഒരു കാറിനുണ്ടാവും. തുടക്കം തൊട്ടുള്ള എല്ലാ സിനിമകളും നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ അതിനകത്തൊക്കെ ഒരു വണ്ടിയുടെ റെഫറൻസ് എപ്പോഴും ഉണ്ടാവും. അതിലിപ്പോൾ ഏറ്റവും വിസിബിളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൻപകൽ നേരത്ത് മയക്കത്തിൽ ഒരു വണ്ടി ഒരു ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള റൊഷാക്കിലായാലും ടർബോയിലായാലും എല്ലാ സിനിമയിലും ഏകദേശം ഒരു വണ്ടി ഒരു യുണീക്കായിട്ടുള്ള ഒരു എലമെൻ്റായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയ്ക്കകത്തും വണ്ടി ഒരു ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. ഈ ഒരു വണ്ടിയുടെ റെഫറൻസ് വെച്ചിട്ടായിരിക്കും ഈ പ്രശ്നങ്ങളെല്ലാം ഇവർ കണക്ട് ചെയ്യുന്നത്. വിനായകനായാലും ഇവരൊക്കെ അന്വേഷിക്കുന്നതെല്ലാം ഈ വണ്ടിയുടെ റെഫറൻസ് അവിടെ കണ്ടു എന്നുള്ള രീതിയിലായിരിക്കാം. പിന്നെ മമ്മൂട്ടി എന്ന ആക്ടർ എങ്ങനെയായിരിക്കും ഈ ക്യാരക്ടറിനെ ചെയ്യുന്നതെന്നുള്ള ആ ഒരു ഒറ്റ കാരണം മതി ഈ സിനിമ കാണാൻ എല്ലാവർക്കും. പക്ഷെ എന്തുകൊണ്ട് 100 കോടി കിട്ടുന്നില്ല? നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ, മമ്മൂട്ടിക്ക് എന്തുകൊണ്ട് 100 കോടി കിട്ടുന്നില്ല? ഈ ഒരു വീഡിയോ കുറച്ച് ഫാൻ ഫൈറ്റ് വരാൻ ചാൻസ് കൂടുതലാണ്. ഡിസ്ക്ലൈമർ മുൻപേ പറയാണ്, ഞാൻ മമ്മൂട്ടി ഫാനോ ലാലേട്ടൻ ഫാനോ അങ്ങനെ ഒരു ഫാൻ ഇല്ല. ഞാനൊരു സിനിമ ഫാനാണെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ഈ രണ്ട് ഫാൻസിൽ പെട്ട ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്താൽ മതി. അപ്പം ഞാൻ ഇനി എൻ്റെ ഒപ്പീനിയൻ പറയാം ഒരു സിനിമ ലവർ എന്നുള്ള രീതിയിൽ. ഞാൻ ഇവിടെ നോക്കുന്നത് മെയിനായിട്ട് മമ്മൂട്ടി എന്ന് പറയുന്ന നടനെയും മമ്മൂട്ടി കമ്പനിയും കൂടെ കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ റീസൺ തന്നെ പറയുന്നത് കേട്ടോ. കൊറോണയ്ക്കൊക്കെ ശേഷം വന്നിട്ടുള്ള കുറച്ച് കാലഘട്ടം തൊട്ട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ മമ്മൂക്ക ചൂസ് ചെയ്തിരിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സും എന്തെങ്കിലും സ്ക്രീനിൽ ചെയ്യാൻ പറ്റുന്നതും എന്നാൽ നമ്മൾ ആദ്യം കണ്ട സിനിമയിൽ നിന്ന് വ്യത്യാസമുള്ള അല്ലെങ്കിൽ മൊത്തത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും നമുക്ക് സെലക്ട് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹീറോ എന്ന് പറയുന്നത് മാസ് മസാല ഫിലിം ചെയ്ത് ഇൻഡസ്ട്രിയിലെ ആൾക്കാർക്ക് രോമാഞ്ചം ഉണ്ടാക്കുന്ന ടൈപ്പ് രീതിയിലൊരു ഇഷ്ടം പിടിച്ചു പറ്റുക എന്ന് പറയുന്നതാണ് നോർമൽ ഒരു ഹീറോ ചെയ്യുന്നത്. അതാണ് എല്ലാ ഇൻഡസ്ട്രിയിലും ചെയ്യുന്നത്. നമ്മളെ മലയാളത്തിൽ ഉൾപ്പെടെ എല്ലാവരും ആ ഒരു ഹീറോ എന്നുള്ള പൊസിഷനിലേക്ക് കയറണമെങ്കിൽ ഇത്തരത്തിലുള്ള ഫിലിംസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. നേരെ മറിച്ച് ഇത്തരത്തിൽ ഒരു അഭിനയിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ള അതല്ലെങ്കിൽ ആൾക്കാർ ഇഷ്ടപ്പെടാത്ത ടൈപ്പ് വില്ലൻ, സിനിമയ്ക്കകത്ത് കൂടുതലും വില്ലന്മാരെയാണ് കാണുന്ന സമയത്ത് നമുക്ക് ദേഷ്യവും ഇതൊക്കെ വരേണ്ടത് വില്ലന്മാരെയാണ്. അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സിനെയാണ് മമ്മൂക്ക ചൂസ് ചെയ്യുന്നത്. വില്ലൻ ഷെയ്ഡ് അതല്ലെങ്കിൽ വളരെ റൊമാൻറ്റിഫിക്കേഷനായിട്ട് ലൗഡായിട്ടുള്ള മാസ് ടൈപ്പ് സിനിമകളല്ലാതെ വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ആക്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യാൻ എങ്ങനെയെങ്കിലും ആ ഒരു ക്യാരക്ടറെ യുണീക്കായിട്ട് പ്രസൻറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സിനിമകളാണ് മമ്മൂക്ക അല്ലെങ്കിൽ മമ്മൂട്ടി കമ്പനി സെലക്ട് ചെയ്യുന്നത്. എല്ലാ ഓഡിയൻസിനും അങ്ങോട്ട് എൻജോയ് ചെയ്ത് കാണാനുള്ള ഒരു മൂഡ് ഉണ്ടാവില്ല. ആ ഒരു മമ്മൂട്ടി എന്ന നടനെ മാത്രമായിട്ട് എൻജോയ് ചെയ്യുക അല്ലെങ്കിൽ ആ ആക്ടർ എന്താണ് ചെയ്യുന്നതെന്ന് മാത്രം കാണാൻ വേണ്ടിയിട്ടായിരിക്കും പലരും വരുന്നത്. നമുക്കിപ്പോൾ വിജയിയുടെ അടുത്തോ ലാലേട്ടൻ്റെ അടുത്തൊക്കെ ഉള്ള പോലത്തെ ഒരു ഈ പേപ്പർ കീറി എറിഞ്ഞുള്ളൊരു ഇതുണ്ടല്ലോ, ഒരു മാസ് ടൈപ്പ് സിനിമകൾ, അത്തരത്തിലുള്ളൊരു ഫാൻ ബോയ് സംഭവം കിട്ടാൻ പലർക്കും കുറവാണ്. കൂടുതലും ആക്ടിങ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമകൾ ചൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അവസരം മമ്മൂക്ക എല്ലാവർക്കും കൊടുക്കുന്നില്ല. അത് നമുക്ക് അറിയുന്നൊരു കാര്യം കൂടിയാണ്. മമ്മൂക്ക എടുക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സും യുണീക്കായിട്ട് സിനിമ മോശമായാൽ പോലും ആ ക്യാരക്ടറിൻ്റെ പെർഫോമൻസ് ആരും മോശമായി പോയി എന്ന് പറഞ്ഞ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ റീസെൻ്റ്ലി വന്നിട്ടുള്ള ഒരു സിനിമയിലും ഒന്നെങ്കിൽ ഡയറക്ടറെ കയ്യിൽ നിന്ന് പാളിപ്പോയി. അത്തരത്തിലുള്ള സിനിമയാണ് ഡൊമിനിക് എന്ന് പറയുന്ന ആ സിനിമയും ബസൂക്ക എന്ന് പറയുന്ന ആ സിനിമയും പിന്നെ ടർബോ. എനിക്ക് ഈ 3 സിനിമയാണ് മമ്മൂട്ടി കമ്പനി എടുത്തതിൽ വർക്കാവാത്ത സിനിമകൾ. ബാക്കി എല്ലാ സിനിമയും എനിക്ക് വർക്കായ സിനിമയാണ്. ഇവിടെ പല 100 കോടി സിനിമയെന്ന് പറയുന്ന സിനിമകളെക്കാൾ ബെറ്റർ ആയിട്ടുള്ള സിനിമയും കൂടിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഡിസർവിങ് ആയിട്ടുള്ളൊരു ഫിലിമാണ് റൊഷാക്ക് എന്ന് പറയുന്ന ഫിലിം. ആ ഒരു സിനിമ പോലും ഇപ്പോൾ ഒരു മലയാളി പുറത്തുള്ളൊരു ഓഡിയന് ഈ സിനിമ കാണിച്ചു കൊടുക്കും, റൊഷാക്ക് എന്ന് പറയുന്ന സിനിമ കാണിച്ചു കൊടുത്തിട്ട് എത്ര കളക്ട് ചെയ്തെന്ന് ആ ഒരു ഓഡിയൻ ചോദിക്കുമ്പോൾ അത്രയും കളക്ട് ചെയ്തില്ല അല്ലെങ്കിൽ 100 കോടി പോലും കളക്ട് ചെയ്തില്ല എന്ന് പറയുമ്പോൾ മമ്മൂട്ടി എന്ന നടനാണോ അതിൻ്റെ നാണക്കേട് വരുന്നത്, മോളിവുഡിലെ നമ്മളെപ്പോലുള്ള ഓഡിയൻസിനാണോ അതിൻ്റെ നാണക്കേട് വരുന്നത്, അല്ലെങ്കിൽ നമ്മളെ കഴിവില്ലായ്മയാണോ എന്നുള്ളത് അവർ ജഡ്ജ് ചെയ്യും. കാരണം ഇത്രയും നന്നായിട്ട് അഭിനയിച്ച ഒരു ആക്ടറിന് 100 കോടി ഇല്ല, പക്ഷേ അതിനേക്കാൾ നോർമലായിട്ടുള്ള പടങ്ങൾക്ക് 100 കോടി കിട്ടുന്നു എന്ന് പറയുമ്പോൾ
അത് വെച്ച് അവർ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതാണോ നിങ്ങളുടെ നിലവാരവും തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഉണ്ടാവില്ല. അതുപോലത്തെ സിനിമകളാണ് മമ്മൂട്ടി കമ്പനി ആയാലും മമ്മൂക്ക എടുക്കുന്ന സിനിമകളായാലും വരുന്നത്. പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കളക്ഷൻ വെച്ച് സിനിമയെ ജഡ്ജ് ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് ഇഷ്ടപ്പെട്ട പല സിനിമകളും 100 കോടി പോയിട്ട് സക്സസ് ആയിട്ടുള്ള സിനിമകളല്ല. ലെവൽ ക്രോസ് എന്ന് പറഞ്ഞാൽ ആസിഫ് അലിയുടെ ഒരു സിനിമയാണ്. ആ സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ഈ ലെവൽ ക്രോസ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. സൈലന്റ് ആയിട്ട് സമാധാനമായിട്ട് ഇരിക്കുന്ന സമയത്ത് ഈ ഒരു ലെവൽ ക്രോസ് എന്ന് പറഞ്ഞാൽ ആസിഫ് അലിയുടെ ആ ഒരു സിനിമ നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ആ സിനിമ കുറച്ചും കൂടെ സിനിമാറ്റിക് അല്ലെങ്കിൽ ഫിലിം മേക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ സിനിമ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. നമുക്ക് സെലക്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എനിക്ക് 100 കോടി വേണം എന്നുള്ള രീതിയിൽ സെലക്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അല്ല. അതാണ് ആദ്യത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ തന്നെ പ്രശ്നമാണ്. ഇത്രയും ക്വാളിറ്റി ഫിലിംസുകൾ ആ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിലൊക്കെ അടുപ്പിച്ചടുപ്പിച്ച് കണ്ണൂർ സ്ക്വാഡ് ആയാലും നൻപയിൽ നേരത്തെ മയക്കം ആയാലും കാതലായാലും ഇത്തരത്തിലുള്ള യുണീക്കായിട്ടുള്ള വെർസറ്റൈലായിട്ടുള്ള സിനിമകൾ ഇറക്കിയ സമയത്ത് പോലും ഈ സിനിമയ്ക്കൊക്കെ വേണ്ട രീതിയിലുള്ള പ്രൊമോഷൻസ് ഉണ്ടായിട്ടില്ല. ഒരു സിനിമ എടുത്തിട്ട് എനിക്ക് 100 കോടി കിട്ടണം അല്ലെങ്കിൽ ആൾക്കാർ കയറി കാണണം എന്നുള്ള രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതൊരു നെഗറ്റീവാണ്. അത് മമ്മൂട്ടി എന്ന ആക്ടറിൻ്റെ പ്രൊഡക്ഷൻ സൈഡിലുള്ള ഒരു നെഗറ്റീവാണ് ആ ഒരു കാര്യം. തൻ്റെ മകൻ വേഫെയർ ഫിലിംസിൽ ചെയ്യുന്ന DQ ചെയ്യുന്ന പരിപാടികൾ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതി അത് നമ്മൾ കണ്ടതാണ്. അതിനുള്ള റിസൾട്ട് നമ്മൾ ലോകയിലും കണ്ടതാണ്. ഇവിടെ ഇപ്പുറത്തേക്ക് വരുന്ന സമയത്ത് ഈ മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞാൽ ഇത്രയും ക്വാളിറ്റിയുള്ള ഫിലിംസുകൾ സെലക്ട് ചെയ്തിട്ട് പോലും അതിനെ പ്രൊമോട്ട് ചെയ്യേണ്ട രീതിയിൽ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. കളങ്കാവിൽ വരുന്ന മറ്റ് 7 സിനിമകൾ വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചെങ്കിലും ഭേദമായിട്ടുള്ള രീതിയിൽ പ്രൊമോഷൻസ് ചെയ്യുന്ന ഒരു സിനിമയാണ് ഈ പറയുന്ന സിനിമ. ആദ്യം ഞാൻ ആ ഒരു ഹൈപ്പ് ഒന്ന് കയറി വന്ന സമയത്ത് ഇവർ അതിൻ്റെ റിലീസിങ് ഡേറ്റ് അങ്ങ് മാറ്റി December 5 ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇതാ വീണ്ടും പഴയ പരിപാടിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണെന്നുള്ളത്. ഇനി അടുത്ത തന്നെ ബഫപ്പ വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ആയിരിക്കും കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ 2 സിനിമകളും കൂടെ വരുന്ന സമയത്ത് എന്തായാലും മറ്റേ സിനിമ എന്ന് പറയുന്നത് ദിലീപേട്ടൻ്റെ ലാലേട്ടൻ്റെ സിനിമ എന്ന് പറയുന്നത് മാസ് മസാല. ഞാൻ നേരത്തെ പറയുന്ന പോലെ ഒരു ഹീറോ എന്ന ലെവലിൽ നമ്മൾ ആൾക്കാരെ എങ്ങനെയാണ് ഒരു നടനെ കാണാൻ ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ളൊരു സിനിമയാണ് ബഫപ്പ. ആ സിനിമ അവർ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും അതിനെ പോവുള്ളൂ. ഈ ഒരു സിനിമ നല്ല മൗത്ത് പബ്ലിസിറ്റിയും ഒക്കെ കിട്ടി വന്നാൽ പോലും ആ ഒരു സിനിമയുടെ റിലീസ് ടൈമിൻ്റെ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് പോകാനോ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെ സ്ക്രീന് കുറേ ഷെയർ ചെയ്ത് പോകും, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരും. ഇപ്പോൾ ഇതുപോലെ മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ കമ്പനി കുറേ രീതിയിൽ ഒരു ലേസി അല്ലെങ്കിൽ ഒരു മടി സത്യത്തിൽ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർ എടുക്കുന്ന ഡിസിഷൻസ് മൊത്തത്തിൽ ഒരു സക്സസ് വേണം എന്നുള്ള രീതിയിലല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്കത് 2 രീതിയിൽ കാണാം. ഒന്ന്, മമ്മൂട്ടി കമ്പനി അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എനിക്കിത് ഹൈ കളക്ട് ചെയ്യണം എന്നുള്ളൊരു ഇതിലൂടെ അല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രോബ്ലമാണ് എന്നുള്ളത് ചിന്തിക്കാം. ഈ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു വീക്ക്നെസ് ആണ് അല്ലെങ്കിൽ ഒരു മടിയാണ് അവർ കാണിക്കുന്നത് എന്നുള്ളത് നമുക്ക് എടുക്കാം. ഒരു നല്ല സിനിമ എല്ലാവരിലേക്കും എത്തണമെന്നുണ്ടെങ്കിൽ അത് വൈഡായിട്ട് പ്രൊമോട്ട് ചെയ്ത് എല്ലാവരിലേക്കും എത്തിച്ചാലേ പറ്റുള്ളൂ. ആൾക്കാരുടെ മനസ്സിൽ നിന്ന് മാറിപ്പോകാതെ. അത് എത്ര സിനിമകളാണ് ഇറങ്ങി പരാജയപ്പെട്ടു പോകുന്നത്. അവരൊക്കെ നമ്മൾക്കൊരു യുണീക്കായിട്ടുള്ളൊരു നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെയെങ്കിലും ഒരു സിനിമ നമ്മൾ ഓർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് മറക്കില്ല. പക്ഷേ മമ്മൂട്ടി കമ്പനിയൊക്കെ ആ രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇപ്പം മമ്മൂക്കയുടെ പേജിൽ തന്നെ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഒരു യുണീക്കായിട്ടുള്ള പോസ്റ്റോ എന്തെങ്കിലും രീതിയിലൊരു കോട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ആവുന്ന രീതിയിൽ ഒരു വളച്ചൊടിച്ചൊരു കോട്ടൊക്കെ ഇട്ടാൽ മാത്രം മതി മമ്മൂട്ടി ഇൻസ്റ്റാഗ്രാം പേജിൽ. പിന്നെ അത് മൊത്തത്തിൽ കൊണ്ടു കിടന്ന ആൾക്കാർ ഇത് ചെയ്തോളും. പിന്നെ അതും സിനിമയായിട്ട് കണക്ട് ചെയ്യും. പിന്നെ ആ സിനിമയ്ക്ക് അതൊരു ഫ്രീ പ്രൊമോഷനായിട്ട് വരും. ആദ്യ സമയത്തൊക്കെ മമ്മൂട്ടി കമ്പനിയുടെ സിനിമകളൊക്കെ റിലീസ് ചെയ്യുന്ന സമയത്ത് പേര് ഇത് ചെയ്യില്ലായിരുന്നു. ഏകദേശം റിലീസോട് അടുക്കുന്ന സമയമൊക്കെ ആകുമ്പോഴായിരിക്കും പേര് റിവീൽ ചെയ്യുന്നത്. പേരൊക്കെ മുൻകൂട്ടി അവർ റിവീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പേര് വെച്ചിട്ട് ഒരുപാട് പേര് വീഡിയോസൊക്കെ ചെയ്യും. ആൾക്കാരുടെ മനസ്സിലേക്ക് അത് എത്തും. മമ്മൂട്ടി കമ്പനി ഒരുപാട് കാര്യങ്ങളിൽ മടി കാണിക്കുന്നുണ്ട്. അത് ഈ ഒരു കളങ്കാവല്ല് കുറച്ചെങ്കിലും ബെറ്റർ ആയിട്ടുണ്ട്. കാരണം 2 ഇൻ്റർവ്യൂസ് അവരുടെ ചാനലിൽ തന്നെ വന്നിട്ടുണ്ട്. അതും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റൈൽ അവർ കീപ്പ് ചെയ്തുകൊണ്ട് മറ്റ് ചാനലിൽ പോയി കൊടുക്കാതെ ഒരു യുണീക്ക് ഐഡൻറ്റിറ്റി ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ഇമേജുകൾ ആക്ട്രസിൻ്റെ ഇമേജുകളെല്ലാം വരച്ച് വെച്ചുകൊണ്ട് ഒരു പക്ഷേ ഈ ഒരു അതിലുള്ള ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ ഒന്നും റിവീൽ ചെയ്തിട്ടില്ലായിരുന്നു. ആ ഇൻ്റർവ്യൂ മാത്രമാണ് അവർ ഫസ്റ്റ് റിവീൽ ചെയ്തെന്നുണ്ടെങ്കിൽ ആ ബാക്കിലുള്ള എല്ലാ ഇമേജുകളെ എടുത്തു വെച്ചിട്ട് കുറച്ചുകൂടെ നേരത്തെയാണ് ഇൻ്റർവ്യൂ വന്നതെങ്കിൽ നമ്മളപ്പോൾ ആൾക്കാരിരുന്ന് അതിനെ ഡീകോഡ് ചെയ്യാൻ ശ്രമിച്ചേനെ. ഈ ഫോട്ടോയിൽ കാണുന്നത് ഇന്ന ആളല്ലേ അതല്ലേ ഇതല്ലേ എന്നുള്ള ആ ഒരു ഫേസിൻ്റെ ഇത് വെച്ചിട്ട് നമ്മൾ ഡീകോഡ് ചെയ്യാൻ ശ്രമിച്ചേനെ. അങ്ങനെ തന്നെ ആ ഒരു സിനിമയ്ക്ക് വീണ്ടും പ്രൊമോഷൻ ഇതുണ്ടായേനെ, അല്ലെങ്കിൽ ഹൈപ്പ് കൂടിക്കൊണ്ട് വന്നേനെ. മമ്മൂട്ടി എന്ന ആക്ടർ നല്ല രീതിയിൽ അത് ഇത്രയും ബ്രഹ്മാണ്ഡമായിട്ട് സംഭവം ചെയ്തു വെച്ചാലും അതിനെ വേണ്ട രീതിയിൽ അവർ പ്രൊമോട്ട് ചെയ്ത് ആൾക്കാരിലേക്ക് ഇതാണ് എൻ്റെ സിനിമ എന്നുള്ള രീതിയിൽ മനസ്സിൽ നിൽക്കുന്ന രീതിയിൽ കൊണ്ടുതരാൻ അവർക്ക് പറ്റില്ല. ഈ 2 കാര്യങ്ങളോട് നമ്മൾ കൂട്ടിച്ചേർത്ത് വായിച്ചാൽ എന്തുകൊണ്ട് മമ്മൂട്ടി എന്ന ആക്ടറിന് 100 കോടി അല്ലെങ്കിൽ വലിയ കളക്ഷനുള്ള ഫിലിമുകൾ ഇല്ല എന്നുള്ളതിന് നമുക്കൊരു ആൻസർ കിട്ടും. സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക,
ഒപ്പം റീസെൻറ്റ് വീഡിയോസ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഇതിനേക്കാൾ വീഡിയോ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ കാണാം. അതൊരു ഗിറ്റ്സ് മീ അൻഷാ നിസാർ. മോളിവുഡിൻ്റെ നെപ്പോസ്, അതായത് നെപ്പോ കിഡ്സ്.